ബിഗ് ബോസ് മലയാളം സീസൺ 8 അനൗൺസ് ചെയ്യപ്പെട്ടു. അഗ്നിപരീക്ഷ കോമണർ ഓഡീഷൻ രജിസ്ട്രേഷൻ അവസാനിച്ചു. ഇനിയുള്ള സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ? ചാനൽ ഔദ്യോഗികമായി പറയുന്നത് എങ്ങനെ? ഈ വിവരങ്ങൾ പുറത്തു വന്നതെങ്ങനെയെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാം. പല ലെവലുകളായിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ്. നിങ്ങൾ അടുത്ത ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചാനൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കും. ചാനൽ പറയുന്ന സമയത്ത് ആ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകും. 5 ലെവലുകളിലായിരിക്കും കോമണർ മത്സരാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ്. ആദ്യ ലെവലിൽ മത്സരാർത്ഥികൾ സമർപ്പിച്ച എൻട്രിയിലെ ഡേറ്റകൾ, വീഡിയോകൾ എന്നിവ പരിശോധിച്ച് മികച്ച എൻട്രികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. 200 പേരെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഈ എണ്ണം സാഹചര്യത്തിനനുസരിച്ച് മാറ്റി നിശ്ചയിക്കാൻ ചാനലിനോ പ്രൊഡക്ഷൻ ഹൗസിനോ അധികാരമുണ്ട്. സെലക്ഷൻ വിവരം നിങ്ങളെ അറിയിക്കുക ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ ആയിരിക്കും. ഫോണിൽ അറിയിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ സമ്മതം അറിയിക്കണം. പിന്നീട് ആലോചിച്ച് മറുപടി നൽകാം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് നിയമം. ഇമെയിലാണ് ലഭിക്കുന്നതെങ്കിൽ മെയിൽ അയച്ച് 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. സമ്മതം അറിയിച്ച ശേഷം അടുത്ത ഘട്ടം സെലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള സമയവും സ്ഥലവും എല്ലാം കൃത്യമായി ചോദിച്ചറിയണം. അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും കൃത്യമായി ഉറപ്പിക്കണം. ഇത് എല്ലാ ഘട്ടങ്ങൾക്കും ബാധകമാണ്. 2ാം ലെവൽ ഓഡിഷൻ ഒരു വീഡിയോ കോൺഫറൻസിംഗ് ആയിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന മീഡിയത്തിലൂടെ മേക്കേഴ്സിന്റെ പാനൽ കണ്ടസ്റ്റൻസുമായി സംവദിക്കും. അങ്ങനെ ഇവരിൽ നിന്നും 100 പേരെ അവർക്ക് ഒഫീഷ്യലായി ഇൻറ്റിമേഷൻ നൽകും. എന്നാൽ ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ലെവലുകൾ ഒഴിവാക്കാൻ ചാനലിനും മേക്കേഴ്സിനും അധികാരമുണ്ടായിരിക്കും. ഉദാഹരണമായി 2ാമത്തെ ലെവൽ ഒഴിവാക്കി 1ാമത്തെ ലെവലിൽ നിന്ന് 3ാം ലെവലിലേക്ക് നേരിട്ട് കടക്കാൻ ചാനലിന് കഴിയും. 3, 4 ലെവലുകൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും. ഇത് കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലുമോ ആയിരിക്കും. 3ാം ലെവലിലെ ഓഡീഷന് ശേഷം 75 പേരെയും അവരിൽ നിന്ന് 4ാം ലെവലിലെ ഓഡീഷന് ശേഷം 50 പേരെയും സെലക്ട് ചെയ്യും. നിലവിലെ 5ാം ലെവലാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷ. 4ാം ലെവലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 പേരായിരിക്കും ഈ അഗ്നിപരീക്ഷ ടാസ്കിൽ പങ്കെടുക്കുക. ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടും. ഇതിൽ 5 പേരെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് തിരഞ്ഞെടുക്കും. അഗ്നിപരീക്ഷ എങ്ങനെയാണ് എന്ന വിവരങ്ങൾ മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. ഈ വിവരങ്ങൾ ചാനൽ പറഞ്ഞിട്ടുള്ളത് അഗ്നിപരീക്ഷ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻ ഡോക്യുമെന്റ്സിലാണ്. ഏതാണ്ട് 22ഓളം പേജുകളുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഈ ഡോക്യുമെന്റ് കോമണർ കോണ്ടസ്റ്റിന് അപ്ലൈ ചെയ്തവർ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ.